ഹായ് എവരിബഡി. അപ്പോൾ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് സെറ്റ് കൊമേഴ്സ് 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ റിവിഷൻ വീഡിയോയാണ്. അപ്പോൾ ഈ റിവിഷനിൽ നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ടോപ്പിക്കാണ്. ഈ പ്രാവശ്യത്തെ എക്സാമിന് വരാൻ സാധ്യതയുള്ള നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മുടെ സെറ്റ് ആസ്പിറൻസിന് എല്ലാവർക്കും തന്നെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. നിങ്ങൾ ഒട്ടും മടിച്ചു നിൽക്കാതെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 1, 2, 4 ഈ തുടങ്ങിയ മൊഡ്യൂളുകളിലെ എക്സ്പെക്റ്റഡ് ടോപ്പിക്കുകളും അതിൻ്റെ PYQസുമാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1 മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ്. യൂണിറ്റ് 1 ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേമുകളാണ് അല്ലെ. നമ്മുടെ ജോബുമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേമുകളാണ്. ഈ ടേമുകൾ മാറിയും ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ഫോം ആയിട്ടും പല രീതിയിൽ നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരാതെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് എടുക്കുന്നത്. കാരണം ഇതിൽ ഏത് ടേം വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ടേം എങ്കിലും എല്ലാ എക്സാമിനും വന്നിട്ടുണ്ട് താനും. അപ്പൊ നമ്മളിത് വിടാതെ പഠിക്കാം. അതിനു മുന്നേ ഞാൻ പറയുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാ വരുന്നത്? അത് നമുക്ക് പല റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ ഉണ്ടാവും അല്ലെ. അത് നമ്മുടെ ഇതിനകത്തുള്ളവര് ഓർഗനൈസേഷനകത്ത് നിന്ന് നമ്മൾ എടുക്കാറുണ്ട്, ഓർഗനൈസേഷന് പുറത്ത് നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ പല രീതിയിലുള്ള സോഴ്സുകളുണ്ട്. അപ്പം അവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിലോ അഡ്വർടൈസ്മെന്റോ ഒക്കെ പോയിട്ട് നമ്മൾ പല സോഴ്സുകളിൽ നിന്നും ആൾക്കാരെ നമ്മൾ അറിയിക്കും. അതിനുശേഷം അവരെ പല പല ടെസ്റ്റുകൾ അവർക്ക് കൊടുക്കും. ടെസ്റ്റുകൾ പാസ്സാവുന്ന വിധത്തിൽ അവരെ എടുക്കും. എന്നിട്ടാണ് അവർക്ക് ട്രെയിനിങ് മെത്തേഡുകൾ കൊടുക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ തെറ്റിപ്പോകരുത്. റിക്രൂട്ട്മെന്റ് സോഴ്സ് കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ ടെസ്റ്റുകൾ വരുന്നത്. ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടേമുകളിലേക്ക് പോവാം. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് ആണ്. അപ്പൊ ആ വേർഡ് തന്നെ നിങ്ങൾ നോക്കുക. അനാലിസിസ് എന്ന് പറയുന്ന ടേം ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ജോബ് ടു നോ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പീപ്പിൾ ടു ബി എംപ്ലോയിഡ് ഓൺ വേരിയസ് ജോബ്സ്. അപ്പോൾ ഓരോ ജോബിലും ആ ഒരു ജോബിന് ആവശ്യമായിട്ട് ഉള്ള നമ്മളവിടെ ആ ജോബിന് വേണ്ടി ആളിനെ എടുക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നമുക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ആ ജോബിന്റെ നേച്ചർ എന്താണ് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്ത് നേച്ചർ ഉള്ള വ്യക്തി, എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വ്യക്തിയാണ് ആ ജോലിക്ക് ഉത്തമമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ജോബ് ഇവാലുവേഷൻ ആണ്. ഇവാലുവേറ്റ് ചെയ്യുക ആ ജോബിന്റെ റിലേറ്റീവ് വർത്ത് മറ്റു ജോബുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ജോബിന്റെ വർത്ത് എന്താണ്, വാല്യൂ എന്താണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. റെമ്യൂണറേഷന്റെ ബേസിസിലാണ് എന്റെ വർത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് നമ്മളിപ്പോ ഒരു ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പൊ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ മിക്കവാറും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് അവിടെ നമ്മൾ ജോബ് ആപ്ലിക്കൻസിന് ആദ്യമേ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഈ ഒരു ജോലിയുടെ മെയിൻ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണ്. അപ്പൊ ആ ഒരു റോളിന് ആവശ്യമായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആപ്ലിക്കൻസിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ് ആണോ റെസ്പോൺസിബിലിറ്റീസ് ആണോ എന്ന് കണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ആപ്ലിക്കൻസിന് അറിയിക്കുന്ന ഒരു മെയിൻ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അറിയിക്കുന്ന ഒരു ഔട്ട്ലൈനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയി സ്പെസിഫിക്കേഷൻ. അതായത് അവിടെ നമ്മൾ പറയുന്ന ജോബിന്റെ കാര്യങ്ങളല്ല,
എംപ്ലോയിയുടെ ക്യാരക്ടറിസ്റ്റിക്സും ക്വാളിഫിക്കേഷൻസും പറയുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എംപ്ലോയി, ആ വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ്, ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് കാഴ്ചവയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ജോബിന്റെ ടാസ്കുകൾ ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സും ക്വാളിഫിക്കേഷൻസും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഫോമിൽ കൊടുക്കുന്നതിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ജോബ് ഡിസൈൻ ആണ്. അതായത് നമ്മൾ ജോബ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു ജോബ് നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതാണ് അതിന്റെ ഡിസൈൻ. അതിനകത്ത് വരുന്ന എലമെന്റ്സ് ഏത് വേയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതാണ് അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്ത ജോബ് സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫൈ ചെയ്യുക. ആ ജോബിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കൺജക്ഷൻ കാണും. അതായത് എക്സിസ്റ്റിംഗ് റോളുകളിൽ കുറെ കാര്യങ്ങൾ കാണും. അതിന്റെ പല കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് എടുത്ത് റിമൂവ് ചെയ്യാണ്. ടാസ്കുകൾ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ എടുത്ത് മാറ്റുമ്പോൾ കാര്യങ്ങൾ സിംപ്ലിഫൈ ആവുകയാണ്. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വലിന് കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ മുമ്പ് ആവശ്യമായിരുന്ന ഫിസിക്കൽ എഫേർട്ടും മെന്റൽ എഫേർട്ടും ഇവിടെ ഇപ്പൊ അത്രത്തോളം ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു കോംപ്ലക്സ് ജോബ്, കുറച്ച് ഡിഫിക്കൽട്ടി ജോബ് അല്ലെങ്കിൽ കുറച്ച് കൃത്യമായിട്ട് ചെയ്യേണ്ട ജോബുകൾ, ഒരുപാട് ടാസ്കുകൾ അവിടെ കുന്നുകൂടി കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് റോളുകളിൽ നിന്നും ടാസ്കുകൾ റിമൂവ് ചെയ്ത് അതിന്റെ എഫേർട്ടുകൾ കുറയ്ക്കുന്ന, ആ വ്യക്തിക്ക് ആവശ്യമായ എഫേർട്ടുകൾ കുറച്ചു കൊടുക്കുന്നതിനെയാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ജോബ് റൊട്ടേഷൻ. നമ്മൾ ജോബ് റൊട്ടേഷൻ ചെയ്യാറുണ്ട്. അതായത് ആ ഒരു ബോർഡം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട്? പല പല ടാസ്കുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു ചേഞ്ച് കൊടുക്കാറുണ്ട്. അതായത് ഒന്നെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് പ്രൊമോട്ട് ചെയ്യാൻ, അതായത് എല്ലാ ജോലിയും അവർ അറിഞ്ഞിരിക്കണമല്ലോ, അതിനുവേണ്ടി അവർ എക്സ്പീരിയൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു വെറൈറ്റി, എന്നും ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും അല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടാസ്കുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് ജോബ് എൻലാർജ്മെന്റ് ആണ്. അവിടെ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് എ ജോബ് ആണ് നടക്കുന്നത്. ഹൊറിസോണ്ടലി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരേ രീതിയിലുള്ള പൊസിഷൻ തന്നെ ആയിരിക്കും, പക്ഷെ അവിടെ കുറച്ച് അഡീഷണൽ സെയിം ലെവലിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ആ ഒരു ലെവലിൽ നേരത്തെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളും റെസ്പോൺസിബിലിറ്റീസ് തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷെ ചെയ്യേണ്ട ടാസ്കുകളുടെ എണ്ണം കൂടുന്നു. അഡിക്ഷൻ ഓഫ് ടാസ്ക് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ ആ ബോർഡം ഒക്കെ മാറ്റാനായിട്ട് അവർക്ക് കുറച്ചുകൂടെ അഡീഷണൽ ടാസ്കുകളൊക്കെ കൊടുക്കുന്നു. അപ്പൊ അവർ കുറച്ചുകൂടെ ജോബിൽ എന്ത് ചെയ്യും? എൻഗേജ്ഡ് ആവും. ജോബ് എൻറിച്ച്മെന്റും എൻലാർജ്മെന്റും രണ്ടാണ്. എൻറിച്ച്മെന്റ് ഓർ എൻഹാൻസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റെസ്പോൺസിബിലിറ്റി കൂട്ടി കൊടുക്കുകയാണ്. ആ എക്സിസ്റ്റിംഗ് ജോബ് പൊസിഷനിൽ തന്നെ കുറച്ചുകൂടെ ചലഞ്ചിങ് ആൻഡ് ഡിമാൻഡിങ് ആക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാൻ തലത്തിന് അദ്ദേഹത്തിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കൂടെ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. മറ്റത് കുറച്ച് അഡീഷണൽ ടാസ്കുകൾ കൊടുക്കുന്നു. അത് ചിലപ്പോൾ ചലഞ്ചിങ് ഒന്നും ആകണമെന്നില്ല, സ്ഥിരം ചെയ്തോണ്ടിരുന്ന ജോലി തന്നെ, പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു അതിനകത്തോട്ട്. അത് എൻലാർജ്മെന്റ്. പക്ഷെ ചലഞ്ചിങ് ആയിട്ട് ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ജോബ് എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ എൻഹാൻസ്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 9ഓളം ടേമുകളാണ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു പോകുക. അടുത്തതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്നൊക്കെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ അതൊരു ഗ്രൂപ്പായി മാറുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് അത് കടന്നു പോകുന്നത്, അത് ഫോം ചെയ്യുന്നത് മുതൽ അത് എൻഡ് ചെയ്യുന്നത് വരെ അതെങ്ങനെയായിരിക്കും അതിന്റെ ഒരു സീക്വൻസ്. അപ്പൊ തുടങ്ങിയ ആ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പലപ്പോഴും ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ചോദിച്ചിട്ടുള്ള ആ ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഫോമിംഗ് സ്റ്റേജ് എന്നുള്ളതാണ്. അതായത് ആദ്യം ഈ ഒരു ഗ്രൂപ്പ് ഒന്ന് ഫോം ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു
ഒരു ഫാമിലി ആണെങ്കിലും അവിടെ ആ ഒരു നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും അവിടെ ആദ്യം ആ ഒരു ഫാമിലി ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ആവാണ്, ജസ്റ്റ് ഒന്ന് പ്ലേസ് ആവുകയാണ് ആദ്യം ചെയ്യുന്നത്. അല്ല, നമ്മൾ ആ ഫാമിലിയിൽ നമ്മളെന്നൊരു വ്യക്തി ആ ഫാമിലിയിലേക്ക് എത്തിപ്പെട്ടു, അവിടെ കൊണ്ട് വന്നു, കൊണ്ട് എത്തിച്ചു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ജസ്റ്റ് ആ ഗ്രൂപ്പ് ഫോം ചെയ്തു. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ഗ്രൂപ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഫോം ചെയ്തു. അപ്പൊ എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റോളുകളും കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യപ്പെട്ടു. ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും അപ്പൊ നമുക്ക് തന്നെ ഒരു വീട്ടിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. അപ്പൊ അവിടെ ഉള്ളവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല, അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്താണ്, കോഷ്യസ് ആണ്. ആരെങ്ങനെയാണ് പെരുമാറുന്നത് ഒന്നും നമുക്ക് അറിയത്തില്ല. അതുപോലെ നമ്മളൊരു ഓർഗനൈസേഷന്റെ ഗ്രൂപ്പ് ആയാലും നമുക്ക് പരിചയമില്ലാത്തവരാണ് ആ ഗ്രൂപ്പിൽ വരുന്നതെങ്കിൽ പോലും നമ്മൾ കോഷ്യസ് ആയിരിക്കും. അപ്പോൾ അതിനിടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. ആദ്യമൊക്കെ നമുക്ക് അവരുമായിട്ട് അത്രത്തോളം ആ ഒരു ബന്ധം നമുക്ക് വരത്തില്ല. നമ്മള് എന്താണ്, കാലം പഴകുന്തോറുമാണ് ബന്ധം കൂടുന്നതെന്ന് പറയും പോലെ സൂപ്പർഫിഷ്യൽ റിലേഷൻഷിപ്പ് ആണ് അവിടെ വരുന്നത്. അപ്പൊ കൂടുതലും സംസാരിക്കാനൊക്കെ കഴിവുള്ളവരായിരിക്കും കൂടുതൽ അവിടെ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു ഫോമിങ് സ്റ്റേജിൽ. അപ്പൊ എല്ലാവരും അവരുടെ ഫീലിങ്സ് ഒക്കെ ചിലപ്പോൾ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കുകയായിരിക്കും ആ ഒരു സ്റ്റേജിൽ. അപ്പൊ അതാണ് ഫോമിങ് സ്റ്റേജ്. ആരും അവരവരുടെ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള സ്ട്രോമിങ് സ്റ്റേജ് വരെയാണ്. അവിടെ പവർ സ്ട്രഗിൾ തുടങ്ങും. അതായത് ലിറ്റിൽ ഇന്ററാക്ഷൻസ് ഒക്കെ വരും, അല്ലെ? അപ്പൊ നമ്മൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ ആ വീട്ടില്. അപ്പോൾ അവിടെ സബ് ഗ്രൂപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമുക്ക് അവിടെ കുറച്ച് സിബ്ലിങ്സോ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ നമ്മൾ കുറച്ചുകൂടെ അങ്ങ് റിലേറ്റഡ് ആണ്. അതുപോലെ ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും ഒരു 10 പേരുണ്ടെങ്കിൽ 2 പേര് ചിലപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുമായിട്ട് അതേ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവരുടെ ഇടയിൽ നമ്മൾ ആ 3 പേരുമായിട്ട് ഒരു സബ് ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് ഇന്ന റോളിലെത്തണം, ഞാനായിരിക്കണം ആ ഗ്രൂപ്പിന്റെ ലീഡർ, അങ്ങനെയൊക്കെ ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആ മെമ്പേഴ്സ് എന്ത് ചെയ്യും, സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അവിടെ ഉള്ള ചില വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിസഗ്രിമെന്റ് വരും. അപ്പം നമ്മൾ കുറേശ്ശെയായിട്ട് അതിനെ എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. നമുക്ക് ആൻസൈറ്റി വരും, റിസെന്റ്മെന്റ്, അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പവർ സ്ട്രഗിളുകളൊക്കെ തുടങ്ങും. ഇവിടെ സബ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത് കൊണ്ടും ചെറിയ സ്ട്രഗിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടും ആ ഒരു സ്റ്റേജിനെ നമുക്ക് സബ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ കൺഫ്രണ്ടേഷൻ സ്റ്റേജ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് നമ്മുടെ സ്റ്റേജ് 3, നമ്മുടെ നോർമിംഗ് സ്റ്റേജ്, കോപ്പറേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പല പല ഡിസഗ്രിമെന്റുകൾ ഉണ്ടായിരുന്നു, പല ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു, നമുക്കിടയിൽ ഒരുപാട് പവർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം സോൾവ് ആയി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു, അടിച്ചു, കരഞ്ഞു, അങ്ങനെയൊക്കെ നമ്മളെല്ലാം സോൾവ് ആയി. നമ്മൾ തന്നെ അവിടെ ഒരു റൂൾസ് സെറ്റ് ചെയ്തപ്പോ, അതായത് ചില നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഇടയിൽ നമ്മുടെ ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പുകളെക്കാട്ടി നന്നാവണം എന്നൊക്കെയുള്ള ഒരു മൈൻഡ് നമുക്ക് വന്നു തുടങ്ങി. നമ്മൾ ആ ഗ്രൂപ്പുമായിട്ട് കുറച്ചൊക്കെ അങ്ങ് ഇഴുകി ചേരാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് നമുക്ക് ഗ്രൂപ്പിനകത്ത് തന്നെ പറയാൻ പറ്റുന്ന രീതിക്കൊക്കെ ആകും. പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് അവിടെ തന്നെ റിസോൾവ് ചെയ്ത് ഗ്രൂപ്പ് നന്നായിട്ട് പോകും. നമ്മുടെ മെമ്പേഴ്സ് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും, അത് നമ്മൾ കേൾക്കും. ചിലതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലതൊക്കെ കോംപ്രമൈസ് ചെയ്യും, നമ്മളൊരു ഇന്റഗ്രേഷനിലെത്തും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിയേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഇന്റഗ്രേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജിലോട്ട് എത്തി, പെർഫോമിംഗ് സ്റ്റേജ് എത്തി, സിനർജി ആയി, ഗ്രൂപ്പ് നല്ല മെച്ചുവർ ആയി. അവർക്ക് ഇൻഡിവിജ്വൽ ഗോളിനെക്കാട്ടിയും വലുത് എന്താണ്, ഗ്രൂപ്പ് ഗോളാണ്. ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാം, മറ്റു ഗ്രൂപ്പിനെക്കാട്ടി എന്റെ ഗ്രൂപ്പ് നന്നാവണം. അപ്പൊ അവർ ഡിസഗ്രിമെന്റ്സ് ഫീലിങ്സും ഉണ്ടെങ്കിൽ തന്നെ അവർ പുറമേ പറയും, നീ ചെയ്തത് ശരിയായില്ല, ഞാൻ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയുള്ള രീതിയിൽ അവർ ഫിയർ ഇല്ലാതെ തന്നെ ഫ്രീലി എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. കോൺഫ്ലിക്റ്റ് അടി ഉണ്ടായാലും പോട്ടെ, അത് പോട്ടെ, നമുക്ക് ഗ്രൂപ്പുകളാണ് വലുതെന്നുള്ള രീതിയിൽ നമ്മളത് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകും. ലീഡർ ഉണ്ടെങ്കിലും ലീഡർ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ട് ലീഡർഷിപ്പ് റോളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, കാരണം നമുക്ക് ഗ്രൂപ്പിന്റെ ഗോൾ അച്ചീവ് ചെയ്യണ്ടേ. എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷനും പ്രൈഡും കമ്മിറ്റ്മെന്റും ഒക്കെ വരും ആ ഗ്രൂപ്പിനോട്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ
സ്റ്റേജിനെയാണ് നമ്മൾ കൊളാബറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ ഇന്റഗ്രേഷൻ. ആദ്യം കുറച്ചുകൂടെ ഇന്റഗ്രേറ്റഡ് ആയി, കുറച്ചുകൂടെ ഇന്റഗ്രേഷൻ മെച്ചറായി, കുറച്ചുകൂടെ ഗ്രൂപ്പിന് വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്നതാണ് 4ാമത്തെ സ്റ്റേജ്. ഫൈനൽ ഇന്റഗ്രേഷൻ അവിടെ നമുക്ക് കിട്ടി. അടുത്ത് നമ്മൾ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണ് അഡ്ജോൺമെന്റ് അല്ലെങ്കിൽ ക്ലോഷർ എന്ന് പറയുന്നത്. അവിടെ പെർമനന്റ് വർക്ക് ഗ്രൂപ്പ് പെർഫോം ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത ഒരു ഇതായിരിക്കും. അപ്പൊ അവിടെ ഒരു ടെമ്പററി കമ്മിറ്റിയോ ടീമോ ടാസ്ക് ഫോഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ആ ഒരു കാര്യം കഴിഞ്ഞ് നമ്മളത് ആ ഗ്രൂപ്പ് എന്തായി പോവുകയാണ്, പിരിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് ആണ് ക്ലോസ്റ്റർ സ്റ്റേജ് എന്ന് പറയുന്നത്. 5 സ്റ്റേജുകളാണ്: ഫോമിംഗ് സ്റ്റേജ്, സ്ട്രോമിംഗ് സ്റ്റേജ്, നോർമിംഗ് സ്റ്റേജ്, പെർഫോമിംഗ് സ്റ്റേജ് ആൻഡ് അഡ്ജോൺമെന്റ് സ്റ്റേജ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പ്രോസസ് ഓഫ് കൺട്രോളിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ മാനേജ്മെന്റിലെ 5 ഫംഗ്ഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഫംഗ്ഷൻസിലെ ഏറ്റവും ലാസ്റ്റത്തെ ഫംഗ്ഷൻ ആണ് കൺട്രോളിങ് അല്ലെ. നമ്മൾ എങ്ങനെയാ പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അപ്പൊ കൺട്രോളിങ്ങിൽ വെച്ചാണ് നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷൻ അവസാനിക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്സുകളാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു സാധനം നമ്മൾ ഒരു മാനേജ്മെന്റിൽ ഒരു ആക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വയ്ക്കണം. ഇങ്ങനെ ആയിരിക്കണം ആക്ഷൻ നടക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് വയ്ക്കണം. എന്നിട്ട് നമ്മൾ അത് പെർഫോം ചെയ്യുകയാണ്. പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെച്ച സ്റ്റാൻഡേർഡ് പോലെ തന്നെയാണോ നമ്മൾ പെർഫോം ചെയ്ത ഒരു ആക്ഷൻ നടത്തിയതെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റാൻഡേർഡും ഈ നടന്ന ആക്ഷനും ആക്ച്വൽ ആക്ഷനും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഇത് ഒരുപോലെ അല്ല നടന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നടക്കാതെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വെച്ച സ്റ്റാൻഡേർഡിൽ നിന്ന് വന്നിട്ടുണ്ട്, ആ ഒരു ഡീവിയേഷൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്യും, എന്തൊക്കെ ഡീവിയേഷൻസ് ആണ് വന്നതെന്നുള്ളത്. അതിനുശേഷം ഇനി ആ ഡീവിയേഷൻസ് വരാതിരിക്കാനുള്ള ആക്ഷൻസ്, റെമഡിയൽ ആക്ഷൻസ് അല്ലെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ അവിടെ എടുക്കും. അപ്പൊ ഈ ഒരു 5 സ്റ്റെപ്സ് ആണ് കൺട്രോളിങ്ങിൽ വരുന്നത്: എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, അനാലിസിസ് ഓഫ് ഡീവിയേഷൻ, ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻസ്. ഓക്കെ, നമ്മൾ ഇപ്പൊ പറഞ്ഞ 3 എക്സ്പെക്റ്റഡ് ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ HRM ടേമുകളുമായിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോബ് എൻറിച്ച്മെന്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാണ്, പക്ഷെ അവിടെ ചലഞ്ചസ് എന്ന് പറയുന്ന ഒരു വേർഡ് വേണോ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അതുപോലെ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചലഞ്ചിങ് ജോബ് ആയതുകൊണ്ട് തന്നെ അത് ഹൊറിസോണ്ടൽ അല്ല, അത് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. നമ്മുടെ ചലഞ്ചിങ് കൂടുതലാണ്, ഇവിടെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ചലഞ്ചിങ് ഡിമാൻഡിങ് എന്ന് വന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറും എൻറിച്ച്മെന്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്തായിട്ട് ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച കൺട്രോളിങ് പ്രോസസ്സിന്റെ സീക്വൻസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു അല്ലെ, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്, ദെൻ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, റീസൺസ് ഡീവിയേഷന്റെ റീസൺസ് ലൊക്കേറ്റ് ചെയ്യുന്നു, അതിന് ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കറക്റ്റീവ് ആക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് എംപ്ലോയീസിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് എടുക്കാം. അതാണ് C ആണ് ഉത്തരവായിട്ട് വരുന്നത്. ദെൻ ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ്: ഫോമിംഗ്, സ്ട്രോമിംഗ്, നോർമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിംഗ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ യൂണിറ്റ് 2 ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ്, പോളിസി ആൻഡ് MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. യൂണിറ്റ് 2 എക്സ്പെക്റ്റഡ് ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട PYQ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എക്കണോമിക് ഇന്റഗ്രേഷൻ ആ ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. എക്കണോമിക് ഇന്റഗ്രേഷന്റെ ഓരോന്നായിട്ടും വെവ്വേറെ ആയിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ തന്നെ ആ ഒരു ഇന്റഗ്രേഷന്റെ ബേസിസിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എക്കണോമിക് ഇന്റഗ്രേഷന്റെ ബേസിസിൽ, അതായത് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ട്രേഡ് നമ്മൾ എന്താണ് വളരെ ഭംഗിയായിട്ട് നമ്മളെ നടക്കാനായിട്ട്, ട്രേഡ് ലിബറലൈസേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല കൺട്രീസ് തമ്മിൽ, മെമ്പർ കൺട്രീസുമായിട്ടൊക്കെ നമ്മൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ട്
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ട്രേഡ് ബ്ലോക്കുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം വരുന്ന ഫ്രീ ട്രേഡ് ഏരിയ ആണ്. ഈ ഫ്രീ ട്രേഡ് ഏരിയയ്ക്ക് മുന്നേ വരുന്നതാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്. അവിടെ നമ്മൾ ജസ്റ്റ് ആ പ്രോഡക്റ്റിന് പ്രിഫറൻഷ്യൽ ആക്സസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് ഫ്രീ ട്രേഡ് ഏരിയ. ഇപ്പൊ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ട്രേഡ് റെസ്ട്രിക്ഷൻസും ബാരിയേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ താരിഫുകൾ ലോ റേറ്റുകളിൽ ചാർജ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം മറ്റ് കൺട്രീസുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് ഏരിയയിലാണ് നമ്മൾ എഗ്രി ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഒന്നെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ അബോളിഷ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, താരിഫുകളൊക്കെ ലോ റേറ്റിൽ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിപ്പോ നമ്മുടെ മെമ്പർ കൺട്രി ആയിട്ടാണ് വരുന്നത്. ഈ ട്രേഡ് ബാരിയേഴ്സും റെസ്ട്രിക്ഷൻസും അതർ ദാൻ മെമ്പർ കൺട്രി ആണെങ്കിൽ വേറെ രീതിയിലായിരിക്കും നടക്കുന്നത്. അവർക്ക് ട്രേഡ് ബാരിയേഴ്സും റെസ്ട്രിക്ഷൻസും ഒക്കെ കാണും. നമ്മുടെ മെമ്പർ കൺട്രീസിനാണ് നമ്മൾ ഈ ട്രേഡ് റെസ്ട്രിക്ഷൻസ് അബോളിഷ് ചെയ്യുകയും താരിഫുകൾ കുറച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അടുത്ത് വരുന്നത് കസ്റ്റംസ് യൂണിയൻ ആണ്. കസ്റ്റംസ് യൂണിയൻ വരുമ്പോൾ അതിന്റെ ബേസിക് ഫീച്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഫ്രീ ട്രേഡ് ഏരിയയുടെ ഫീച്ചർ വരും. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയയുടെ ആ ഒരു ഫീച്ചറാണ്. അതിനോടൊപ്പം നമ്മൾ കസ്റ്റംസ് യൂണിയൻ വരുമ്പോൾ എക്സ്ട്രാ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പോളിസി അവർ അഡോപ്റ്റ് ചെയ്യും. അതായത് ജോയിന്റ്ലി ഒരു നോൺ മെമ്പർ, അവരുടെ മെമ്പർ കൺട്രീസിനല്ല, നോൺ മെമ്പർ കൺട്രീസുമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് അവരൊരു യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി അഡോപ്റ്റ് ചെയ്യും. അതാണ് ഫ്രീ ട്രേഡ് ഏരിയയിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കസ്റ്റംസ് യൂണിയനിൽ വരുന്നത്. അടുത്ത് നമ്മൾ കോമൺ മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. അതായത് ഫ്രീ ട്രേഡ് ഏരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരും, കസ്റ്റം യൂണിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരും. അതിനോടൊപ്പം വരുന്നത് കോമൺ മാർക്കറ്റിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സും ക്യാപിറ്റൽ റിസോഴ്സും മെമ്പർ കൺട്രീസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു റൈറ്റും കൂടെ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്, കോമൺ മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ കസ്റ്റംസ് യൂണിയനെ കാട്ടി കുറച്ചുകൂടെ സുപ്പീരിയർ ആണ് നമ്മുടെ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എക്കണോമിക് യൂണിയൻ ആണ്. എക്കണോമിക് യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് വരും. കോമൺ യൂണിയൻ മാർക്കറ്റ് വരുന്ന 3 ക്യാരക്ടറിസ്റ്റിക്സും അതിനു പുറമെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർ മെമ്പർ കൺട്രീസിന് വേണ്ടി ഒരു മോണിറ്ററി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി ഇവർ അച്ചീവ് ചെയ്യും. ഇവരുടേതായിട്ടുള്ള കറൻസീസും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ അവർ സ്വന്തമായിട്ട് അവർ എടുക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മോണിറ്ററി ഫിസിക്കൽ പോളിസിയും കൂടെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ കോമൺ മാർക്കറ്റിനെ കാട്ടിയും സുപ്പീരിയർ എക്കണോമിക് യൂണിയൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിൽ ഇന്റഗ്രേഷൻ വരുന്നത് ആർക്കാണ്, എക്കണോമിക് യൂണിയൻ ആണ്. പിന്നെ കോമൺ മാർക്കറ്റ്, കസ്റ്റംസ് യൂണിയൻ, ഫ്രീ ട്രേഡ് ഏരിയ. അപ്പൊ ഫ്രീ ട്രേഡ് ഏരിയ ഓരോന്ന് കൂടുന്തോറും ഓരോന്നിന്റെ ഫീച്ചർ ആഡ് ചെയ്ത് അഡിക്ഷൻ സംഭവിച്ച് വന്ന് എക്കണോമിക് യൂണിയനിൽ വരുമ്പോൾ 4 ക്യാരക്ടറിസ്റ്റിക്സിലാണ് എൻഡ് ചെയ്യുന്നത്. ഹോപ്പ് യു ആർ ക്ലിയർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ായിട്ട് ബ്രിട്ടൻവുഡ് ട്വിൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എല്ലാ വർഷവും ഇവരിലെ ട്വിൻസിന്റെ ആരെങ്കിലും ഒരാളെ പറ്റിയിട്ടാണ് ചോദ്യം ഉണ്ടാവും. ഈ ബ്രിട്ടൻവുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്, IMF-ഉം IBRD-യും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസിലാണ് ഈ 2 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ജന്മം കൊള്ളുന്നത്. അപ്പോൾ ഇതിൽ IMF എന്ന് പറയുന്നത് എന്താണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IBRD എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. IBRD-യെ പോപ്പുലർലി നമ്മൾ അറിയപ്പെടുന്നത് എന്തെന്നാണ്, വേൾഡ് ബാങ്ക് എന്നാണ്. അപ്പൊ ഈ ബ്രിട്ടൻവുഡ് കോൺഫറൻസിൽ ആദ്യം നമുക്ക് IMF ആണ് തുടങ്ങിയത്. അപ്പൊ IMF-ന് ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ വീക്ക് കൺട്രീസിനെ ഒന്നുകൂടെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അവർ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മുടെ IBRD-യെ കൊണ്ടുവരുന്നത്. ഇപ്പൊ December 5th, 1944 അങ്ങനെ വേൾഡ് ബാങ്ക് വരുന്നത്. ഓക്കെ, IMF എന്ന് പറയുമ്പോൾ നമുക്ക് ഷോർട്ട് ടേം അസിസ്റ്റൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓരോ കൺട്രീസിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ ഉണ്ടല്ലോ, ആ ഒരു പൊസിഷൻ ഡിസിക്ലിബ്രിയത്തിൽ എത്തും. കാരണം നമുക്ക് ഡെഫിസിറ്റ് കൂടുതലാണ് സർപ്ലസിനെ കാട്ടിയെങ്കിൽ നമ്മളെ പൊസിഷൻ ഡിസിക്ലിബ്രിയത്തിൽ എത്തും. അങ്ങനെ ഡിസിക്ലിബ്രിയത്തിൽ എത്തുമ്പോൾ അതൊന്ന് കവറപ്പ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് ടേം അസിസ്റ്റൻസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, IMF പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം IBRD പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ മെമ്പർ കൺട്രീസിൽ ഉണ്ടാകുന്ന വീക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ അതിനെയൊക്കെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ലോങ് ടേം അസിസ്റ്റൻസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, IBRD പ്രൊവൈഡ് ചെയ്യുന്നത്. IBRD എന്ന് പറയുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെമ്പർ കൺട്രീസ് ആണ്. എല്ലാവരും കൂടെ കൊടുക്കുന്നതാണ് അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
അതാണ് ബ്രിട്ടണിഷ് ജിൻസിനെ പറ്റി പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസിന്റെ അപ്രോച്ചസുകളാണ്. ഈ 4 അപ്രോച്ചുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്തനോസെൻട്രിക് അപ്രോച്ച്, പോളിസെൻട്രിക് അപ്രോച്ച്, റീജിയോസെൻട്രിക് അപ്രോച്ച്, ദെൻ ജിയോസെൻട്രിക് അപ്രോച്ച്. അപ്പൊ ഈ എത്തനോസെൻട്രിക് അപ്രോച്ചിൽ നമ്മൾ എപ്പോഴും ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓറിയന്റഡ് ആണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവിടെ നിന്നും ഈ പ്രോഡക്റ്റ് തന്നെ നമ്മൾ ഫോറിൻ മാർക്കറ്റിലും കൂടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള ആൾക്കാരുടെ നീഡ് അനുസരിച്ച് തന്നെയാണ് ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത് ഒക്കെ. പക്ഷെ ജസ്റ്റ് നമ്മൾ ഫോറിൻ മാർക്കറ്റിലും കൂടെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് എത്തനോസെൻട്രിക്കിൽ വരുന്നത്. അതേസമയം പോളിസെൻട്രിക് വരുന്ന സമയത്ത് ഒരു ഫോറിൻ സബ്സിഡറി, നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന്, ഹോം കൺട്രിയിലെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് നമ്മളൊരു സബ്സിഡറി പുറത്തുള്ള ഒരു രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. കീ പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഹോം കൺട്രിയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അതുപോലെ അവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഹോസ്റ്റ് കൺട്രി ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ഓറിയന്റേഷൻ ചെയ്യുന്നത്. അടുത്തത് റീജിയോസെൻട്രിക് ആണ്. റീജിയോസെൻട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ റീജിയൻസ് ഉണ്ട്. ഇപ്പൊ സദേൺ റീജിയൻ, നോർത്തേൺ റീജിയൻ, അങ്ങനെ പല റീജിയൻസ് കാണും അല്ലെ. നമ്മൾ ഇത്ര കൺട്രീസ് ഒരു റീജിയൻ, അങ്ങനെ മൊത്തം വേൾഡിനെ നമ്മൾ പല റീജിയൻസ് ആക്കി തിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഓരോ റീജിയൻസിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സബ്സിഡറി, ഫോറിൻ സബ്സിഡറി അതനുസരിച്ചാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ റീജിയണൽ എൻവയോൺമെന്റിനെ കൺസിഡർ ചെയ്ത് ആ ഒരു റീജിയന്റെ ക്ലൈമറ്റിക് കണ്ടീഷനും കൾച്ചറും അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ കണക്കിലെടുത്താണ് നമ്മൾ അവിടെ ട്രേഡ് നടത്തുന്നതെങ്കിലാണ് നമ്മൾ അവിടെ എടുക്കുന്ന അപ്രോച്ചാണ് റീജിയോസെൻട്രിക് അപ്രോച്ച്. ഇനി ജിയോസെൻട്രിക് അപ്രോച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഒറ്റ കൺട്രി, മൊത്തമുള്ള ഒരു കൺട്രിയെ നമ്മൾ മൊത്തമുള്ള ആ ഒരു വേൾഡിനെ നമ്മളൊരു സിംഗിൾ കൺട്രി, ഒരു ഡിസ്റ്റൻഷനും ഇല്ല, എല്ലാത്തർക്കും ഒരേ രീതിയിലുള്ള പ്രോഡക്റ്റ്, ഒരേ രീതിയിലുള്ള ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിലാണ് അവിടെ ജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന PYQ ആണ് നമ്മളിപ്പോ പറഞ്ഞ എക്കണോമിക് ഇന്റഗ്രേഷനിൽ ഫ്രീ ട്രേഡ് ഏരിയ വരുമ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ പഠിച്ച ഫീച്ചർ ആണ്. അവിടെ എന്താണ് താരിഫും ട്രേഡ് ബാരിയറും കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ അല്ലാത്തത് ഏതെന്നുള്ള പലപ്പോഴും പലരും കാണാറില്ല. അവർ നോട്ട് കാണാതെ ഒബ്ജക്റ്റീവ് ഏതാണെന്ന് അത് പെട്ടെന്ന് ചാടി കയറി അതായിരിക്കും അങ്ങ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയല്ല, നോട്ട് ആൻഡ് ഒബ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇമ്പോസ് ചെയ്യുക, അങ്ങോട്ട് താരിഫും ട്രേഡ് ബാരിയറും ഇമ്പോസ് ചെയ്യുന്നത് ഒരിക്കലും അവരുടെ ഒബ്ജക്റ്റീവ് അല്ല. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഉള്ളതായിരുന്നു അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇപ്പൊ പഠിച്ച അപ്രോച്ചുകളെ മാച്ച് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ലൂസസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ, ടു ലൂസ്, ഞാൻ പറഞ്ഞു ഫ്രീ ട്രേഡ് ഏരിയക്കാട്ടി മുന്നേ വരുന്ന ഏതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്? പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് ആയിരുന്നു. അതുപോലെ IBRDയുടെ 6 എന്തിനെയാണ് നോക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റീകൺസ്ട്രക്ഷൻ ആയിരുന്നു. മാറിപ്പോകരുത്, ചിലപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ തോന്നും കാണുമ്പോൾ. റീകൺസ്ട്രക്ഷൻ തന്നെയാണ് ഓർക്കുക. അടുത്തായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 4 ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. അപ്പൊ ഈ ഒരു ഭാഗത്തില് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേരിയബിൾസിനെ പറ്റിയിട്ടായിരുന്നു. വേരിയബിൾസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് വേരിയബിൾസിനെ പറ്റിയിട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ പലതവണയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വേരിയബിൾസ് എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അല്ലെ. നമുക്ക് പല പല ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, പല രീതിയിൽ നമുക്ക് വേരിയബിൾസിന് വാല്യൂസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു വേരിയബിൾസ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റും കൂടിയാണ്. ഇപ്പോഴും വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ വേരിയബിൾസ് മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾസും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ആയിട്ടാണ്. അതായത് മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഈ വേരിയബിളിന്റെ കൺസിക്വൻസസ് എന്ന് പറയുന്നത് മറ്റേ വേരിയബിളിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എന്ത് സംഭവിച്ചാലും അത് ഇൻഡിപെൻഡന്റ് വേരിയബിളെ ബാധിക്കുന്നേയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ റിസർച്ചർ കൊണ്ടുവരുന്ന മാറ്റങ്ങളൊന്നും ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ എഫക്റ്റില് നമുക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ഹൈറ്റും ഏജും,
ഹൈറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ആണ്. ഏജ് കൂടുന്നതിനനുസരിച്ച് ഹൈറ്റിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. മനസ്സിലായോ? പക്ഷെ ഏജ് എന്ന് പറയുന്നത് ഹൈറ്റ് ഇപ്പം കുറഞ്ഞു തന്നെ ഇരുന്നെന്നും പറഞ്ഞിട്ട് ഏജിൽ മാറ്റം വരുമോ? അപ്പൊ ഹൈറ്റ് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഹൈറ്റ് ഏജ് കൂടിയാലും കൂടാത്തവരുണ്ട്. അപ്പം ഏജ് എന്ന് പറയുന്നത് ഹൈറ്റ് കൂടിയെന്നും പറഞ്ഞുകൊണ്ട് ഏജ് ഒരിക്കലും മാറണമെന്നില്ല. പക്ഷെ തിരിച്ചാണെങ്കിൽ ഏജ് കൂടുന്നതിനനുസരിച്ച് സാധാരണ എന്ത് ചെയ്യാറുണ്ട്? ഹൈറ്റ് മാറുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന കുറച്ച് വേരിയബിൾസ് ആണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എടുക്കുന്ന ഒരു സ്റ്റഡിയുമായിട്ട് ബന്ധമുള്ള വേരിയബിൾ അല്ല. പക്ഷെ എക്സ്ട്രാ വരുന്നതിന് ഇപ്പൊ നമ്മൾ എടുക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഇപ്പൊ ഒരു കൃഷിയും മഴയും. മഴ കാരണം കൃഷിയുടെ വിളവ് കൂടുന്നു. അപ്പൊ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഈ കൃഷിയുടെ വിളവാണ്. മഴ കാരണമാണ്. മഴ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഇതിന് കൂടാതെ കൃഷിക്ക് മഴ മാത്രമല്ല കാരണം, നമ്മൾ ഇടുന്ന വളവും കൂടെ കാരണമാകുന്നുണ്ട്. ഈ വളം നമ്മൾ പക്ഷെ എടുക്കുന്നില്ല, നമ്മൾ ഈ കൃഷിയും മഴയും മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഈ വളം ഇതിനകത്ത് വരുന്നില്ല. പക്ഷെ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിജർ വാല്യൂസ് മാത്രം എടുക്കും. നമുക്ക് ഇത്ര റേഞ്ച് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇൻഡിജർ വാല്യൂസ്, നെഗറ്റീവ് വാല്യൂസ്, പോസിറ്റീവ് വാല്യൂസ്, 0, ഇതെല്ലാം എടുക്കുന്ന വേരിയബിളിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതേസമയം കണ്ടിന്യൂസ് വേരിയബിളിൽ നമുക്ക് ഇൻഡിജർ വാല്യൂസ് മാത്രമല്ല, ഈവൻ ഡെസിമൽ പോയിന്റുകൾ വരെ ഏതിലെടുക്കും? കണ്ടിന്യൂസ്. ഹൈറ്റും വെയിറ്റും ഒക്കെ കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. നമ്മൾ പറയും എന്താണ് 50.2 നമ്മുടെ വെയിറ്റ്. ആ ഒരു ഡെസിമൽ പോയിന്റ് അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വേരിയബിൾസിനെ കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ്. അതായത് നമുക്ക് ഈ ഡയഗ്രാത്തിൽ കാണാൻ സാധിക്കും മെയിൻ ആയിട്ട് ഇൻഡിപെൻഡന്റും ഡിപ്പെൻഡന്റും ആണ് വരുന്നത്, അല്ലെ? ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഇടയിൽ ഇവരെ രണ്ടുപേരെയും മീഡിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് മീഡിയേറ്റിംഗ് വേരിയബിൾ അല്ലെങ്കിൽ ഇന്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഹെഡിങ് ഇന്റർവീനിങ് ആണ്. ഇന്റർവീനിങ്ങിന് അകത്ത് മീഡിയേറ്റിംഗ് നമ്മൾ പറയാറുണ്ട്, പക്ഷെ കോമൺലി മീഡിയേറ്റിംഗ് തന്നെയാണ്. ഇവർ രണ്ടുപേരും മീഡിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് മീഡിയേറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർവീനിങ്. ഇവരുടെ രണ്ടുപേരുടെയും എന്താണ് ഇമ്പാക്റ്റുകളെ മോഡറേറ്റ് ചെയ്യുന്ന ഒന്നാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. കൂടാം കുറയാം, ഇതിന്റെ സ്ട്രെങ്ത് കൂടുന്നതും കുറയുന്നതിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ട്, അതുപോലെ ഇത് ഉണ്ടാകാതിരിക്കാൻ ഇതിനെ കൺഫൗണ്ട് ചെയ്യുന്ന വേരിയബിൾസും ഉണ്ട്. അത് പുറമേ വരും, പക്ഷെ ഇതിന്റെ ഇടയിൽ മീഡിയേറ്റിംഗ് ആണ്, ഇവരെ മോഡറേറ്റ് ചെയ്യുന്നതും വരുന്നുണ്ട്. ഈ ഒരു ഡയഗ്രാം കൂടെ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ മെയിൻ ആയിട്ടും രണ്ട് ടെസ്റ്റുകളാണ് നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ പാരാമെട്രിക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും. അപ്പൊ ഈ ഒരു പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് എന്തായിരിക്കും ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ ഈ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റഡിക്ക് നമ്മൾ ഒരു പോപ്പുലേഷൻ സെലക്ട് ചെയ്യും, അല്ലെ? നമ്മളൊരു യൂണിവേഴ്സ് സെലക്ട് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ആ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷന്റെ പാരാമീറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുന്നത് കൊണ്ടാണ് അതിനെ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിളിന്റെ ക്യാരക്ടർ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പോപ്പുലേഷന്റെ പാരാമീറ്റർ എടുത്തത് കൊണ്ടാണ് അതിനെ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. പാരാമെട്രിക് ടെസ്റ്റുകളാണ് കുറച്ചുകൂടെ പവർഫുൾ എന്ന് പറയുന്നു. അതിന്റെ അസംഷൻസ് ആണ് ഈ പറയുന്നത്. അതിൽ ഓരോ വാല്യൂസും അല്ലെങ്കിൽ ഓരോ ഒബ്സർവേഷനും ഇൻഡിപെൻഡന്റ് ആണ്. ഒരിക്കലും ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതിന്റെ ഐറ്റംസ്. അതുപോലെ തന്നെ നമ്മളിത് സാമ്പിളിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന റാൻഡം ബേസിസിലാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അതുപോലെ പോപ്പുലേഷൻ ഈക്വൽ വേരിയൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർവെൽ ലെവലിലായിരിക്കും ഡേറ്റ മെഷർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ വളരെ എളുപ്പം തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഈ പാരാമെട്രിക് ടെസ്റ്റുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടെസ്റ്റുകളാണ് സാമ്പിൾ ടി ടെസ്റ്റും ഇസഡ് ടെസ്റ്റ്. ടി ടെസ്റ്റ് നമ്മൾ ലെസ് ദാൻ 30 ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. മോർ ദാൻ 30 ആണ് സാമ്പിൾ സൈസ് വരുന്നതെങ്കിൽ ലാർജ് സാമ്പിൾസ് ആണെങ്കിൽ നമ്മൾ ഇസഡ് ടെസ്റ്റുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ മെഷർമെന്റ് സ്കെയിലിനെ പറ്റിയിട്ടുള്ള ഒരു ടേബിൾ ആണ്. നമുക്ക് മെഷർമെന്റ് സ്കെയിലുകൾ ഇങ്ങനെയാണ് വരുന്നത്: നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ. നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നെയിം, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അവിടെ നമുക്ക് അതിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നോ ഓർഡർ, ഡിസ്റ്റൻസ്, ഓറിജിൻ, സീറോ വാല്യൂസ് ഒന്നും വരത്തില്ല. അടുത്ത ഓർഡിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. 1, 2, 3 എന്ന് റാങ്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന ഓർഡിനൽ സ്കെയിലിൽ വരുന്നത്. അപ്പൊ അവിടെ അതിന് ഓർഡർ ഉണ്ട്. ഓക്കെ, ഇനി ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര തൊട്ട് ഇത്ര വരെ എന്നുള്ള ഒരു ഇന്റർവെൽ ആണ്. അവിടെ ഓർഡർ, ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, ഒറിജിനില്ല. റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം പറ്റും. ഓർഡറും ഉണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്, ഒറിജിനും ഉണ്ട്. നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം, അതിന്റെ കൂടെ ഏതെങ്കിലുമൊക്കെ സബ്ട്രാക്ട് ചെയ്യാം, ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. അപ്പൊ ഇങ്ങനെയാണ് മെഷർമെന്റ് സ്കെയിലുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ യൂണിറ്റ് 4ന്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന PYQs ഇതൊക്കെയാണ് പാരാമെട്രിക് ടെസ്റ്റിന്റെ അസംഷൻ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ്. ഡേറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എഫക്ട് ചെയ്യുകയും നമ്മൾ സ്റ്റഡിയിൽ എടുക്കാത്തതുമായിട്ടുള്ള വേരിയബിൾ ഏതാണ്? എക്സ്ട്രേനിയസ് വേരിയബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ റെസ്പോണ്ടന്റ് തരുന്ന സ്കോർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റഡിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ജെൻഡർ ചേഞ്ച് ആകുന്നുണ്ടോ? ഇല്ല. നമ്മളെ റെസ്പോണ്ടന്റ് ജെൻഡർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. ഏജ് മാറുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കണ്ടീഷൻസ് മാറുന്നില്ല. ടെസ്റ്റ് സ്കോർ ആണ് തരുന്നതിന് മാറ്റം സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്കെയിലുകൾ മാച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിം, ജെൻഡർ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വേർഡ് ഫോം കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് ജെൻഡർ ആണ് വരുന്നത്. ഓർഡിനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്ക് ഓർഡർ ആണ്. വിന്നേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്റർവേഴ്സിലേക്ക് നമ്മുടെ ഇത്ര തൊട്ട് ഇത്ര വരെ എന്നുള്ളൊരു ഇന്റർവെൽ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പറ്റുന്നുണ്ട്. റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫിനിഷൻ സെക്കൻഡ് നമുക്ക് അവിടെ പോയിന്റ് കൊടുക്കാം, 0 വരാം, ഇത്ര 0 വരുന്നുണ്ട്. റേഷ്യോ സ്കെയിലാണ് നമുക്ക് അബ്സല്യൂട്ട് 0 വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറ്റും. പോയിന്റും 0 ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് മാനിപ്പുലേഷൻ വരുന്നത് ഏതിലാണ്? നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് എവിടെയാണ്? ഏത് വേരിയബിളിലാണ് എഫക്ട് ചെയ്യുന്നത്? ഡിപ്പെൻഡന്റ് വേരിയബിളിലാണ് എഫക്ട് ചെയ്യുന്നത്. എക്സ്ട്രേനിയസ് ഇതിലൊന്നും വരാത്താണ്. കംഫൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് എന്താണ് അറ്റാക്ക് ചെയ്യുന്നതാണ് കംഫൗണ്ടിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ടി ടെസ്റ്റ് എപ്പോഴാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? സ്മോൾ സാമ്പിൾ വരുമ്പോഴാണ്, ഇത് ലെസ് ദാൻ 30 വരുമ്പോഴാണ് എടുക്കുന്നത്. മോർ ദാൻ 30 വരുമ്പോഴാണ് നമ്മൾ ഇസഡ് ടെസ്റ്റ് എടുക്കുന്നത്. അതുപോലെ ജെൻഡർ വരുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ജെൻഡർ വരുമ്പോൾ നമ്മൾ ഏത് സ്കെയിലാണ് എടുക്കുന്നത്? നോമിനൽ സ്കെയിലാണ് എടുക്കുന്നത്. അബ്സല്യൂട്ട് 0യും അതുപോലെ പോയിന്റ്, ഡെസിമൽ പോയിന്റ് ഒക്കെ വരുന്നത് നമ്മൾ ഏത് സ്കെയിലാണ്? റേഷ്യോ സ്കെയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ നോക്കുന്ന PYQs. എനിവേ, താങ്ക് യു ഫോർ വൺ ആൻഡ് ഓൾ. ഇത്രയും നേരം നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടതിന് നന്ദി. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. ഒരാൾ പോലും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും തന്നെ ഈ വർഷത്തെ സെറ്റ് ക്ലിയർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.